നമസ്കാരം. ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. നാർക്കോട്ടിക്സ് ടെസ്റ്റ് നെഗറ്റീവ്, ബിറ്റ്സ് പിലാനി വിദ്യാർത്ഥിയുടെ മരണം അന്വേഷണത്തിൽ. ലക്നൌ സ്വദേശിയായ ബിറ്റ്സ് പിലാനി വിദ്യാർത്ഥി കുശാഗ്ര ജെയിനിന്റെ മരണം നാർക്കോട്ടിക്സ് ടെസ്റ്റ് നെഗറ്റീവ് ആയതോടെ അന്വേഷണം തുടരുന്നു. ആത്മഹത്യ നിരാകരിച്ച പോലീസ് മുറിയിൽ നിന്ന് എനർജി ഡ്രിങ്ക്സ് കണ്ടെടുത്തിരുന്നു. കുശാഗ്ര അന്നുച്ചയ്ക്ക് 2:12 വാട്സാപ്പിൽ സജീവമായിരുന്നു. ഗോവ മെഡിക്കൽ കോളേജിന്റെ മുൻ ഫോറൻസിക് മേധാവി ഡോക്ടർ സിൽവാനോ സ്പെക്കോ ACE മരുന്നിന്റെ ഉപയോഗം അന്വേഷിക്കണമെന്ന് പറഞ്ഞു. പ്രമേഹമോ രക്തസമ്മർദ്ദമോ ഉള്ളവർക്ക് നൽകുന്ന ഈ മരുന്ന് അമിതമായി കഴിച്ചത് മരണകാരണമായിരിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. കുശാഗ്ര ആശുപത്രിയിൽ പോകാതെ മരുന്ന് കഴിച്ചത് ദുരന്തത്തിന് കാരണമായി. 2024 ഡിസംബർ, 2025 മാർച്ച്, 2025 മെയ് മാസങ്ങളിലായി 3 വിദ്യാർത്ഥികൾ മരിച്ചതിനെ തുടർന്ന് ബിറ്റ്സ് പിലാനി ഗോവ ഒരു പ്രത്യേക അവലോകന സമിതി രൂപീകരിച്ചിരുന്നു. എന്നിരുന്നാലും കമ്മിറ്റിയുടെ വിശ്വാസ്യതയെക്കുറിച്ച് മാതാപിതാക്കൾക്ക് സംശയമുണ്ട്. കനത്ത മഴ ഗണേശ് ചതുർത്ഥി ആഘോഷങ്ങളെ ബാധിച്ചു. ഗോവയിൽ കഴിഞ്ഞ 3 ദിവസമായി തുടരുന്ന കനത്ത മഴ ഗണേശ് ചതുർത്ഥി ആഘോഷങ്ങളെ മങ്ങലാക്കി. വെള്ളക്കെട്ടും വൈദ്യുതി മുടക്കവും മൂലം ദൈനംദിന ജീവിതവും ആഘോഷ തയ്യാറെടുപ്പുകളും തടസ്സപ്പെട്ടു. മർഗാവ്, സാൽസെറ്റ് തുടങ്ങിയ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. മാർക്കറ്റുകളിൽ വിൽപ്പന 50% കുറഞ്ഞതായി വ്യാപാരികൾ പറയുന്നു. റോഡുകളിലെ കുഴികളും വെള്ളക്കെട്ടും ഗതാഗതത്തെ ബാധിച്ചു. സാംസ്കാരിക പരിപാടികളും ഘോഷയാത്രകളും റദ്ദാക്കുകയോ മാറ്റിവെക്കുകയോ ചെയ്തു. വൈദ്യുതി തടസ്സം പൂജാ തയ്യാറെടുപ്പുകളെ ബാധിച്ചെങ്കിലും കുടുംബങ്ങൾ വീടുകളിൽ ചെറിയ ആഘോഷങ്ങൾ നടത്തി. പോണ്ടയിൽ മഴ കാരണം ആളുകൾ വീടുകളിൽ തുടർന്നു. വിപണിയിൽ തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. മന്ത്രിസഭാ പുനഃസംഘടന, കാമത്തിനും തവാഡ്കറിനും പ്രധാന വകുപ്പുകൾ. ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് പുതിയ മന്ത്രിമാരായ ദിഗംബർ കാമത്തിനും രമേശ് തവാഡ്കറിനും പ്രധാന വകുപ്പുകൾ നൽകി മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചു. കാമത്തിന് പൊതുമരാമത്ത് വകുപ്പ്, തുറമുഖം, വെയ്റ്റ്സ്, മെഷേഴ്സ്, ലീഗൽ മെട്രോളജി എന്നിവയും തവാഡ്കറിന് കല, സംസ്കാരം, ആദിവാസി ക്ഷേമം, കായികം, യുവജനകാര്യം എന്നിവയും ലഭിച്ചു. സുഭാഷ് ഫൽദേശായിക്ക് ജലവിതരണ വകുപ്പ് അധികമായി നൽകി. സുദിൻ ദവാൽക്കറിന്റെ ഭവന വകുപ്പ് പിൻവലിച്ചു. കാമത്ത് തന്റെ മുൻ അനുഭവം വകുപ്പുകൾക്ക് പ്രയോജനപ്പെടുത്തുമെന്ന് പറഞ്ഞു. ഗോവ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കാനിരിക്കെ തവാഡ്കറിന്റെ കായിക വകുപ്പ് നിയോഗം ശ്രദ്ധേയമാണ്. രാഷ്ട്രീയ വിശകലന വിദഗ്ധൻ ട്രജാനോ ഡിമെല്ലോ കാമത്തിന്റെ PWD നിയമനം റോഡുകളുടെ ശോചനീയ അവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനുള്ള അവസരമാണെന്ന് അഭിപ്രായപ്പെട്ടു. മപ്സയിലെ പാർക്കിംഗ് ഫീസ് തർക്കം കത്തിക്കുത്തിൽ അവസാനിച്ചു. മപ്സ മാർക്കറ്റിൽ പാർക്കിംഗ് ഫീസിനെ ചൊല്ലിയുള്ള തർക്കം സംഘർഷത്തിൽ കലാശിച്ചു. പാർക്കിംഗ് ഫീസ് അടയ്ക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. സംഗോൾഡയിലെ രൂപ്സായി, അനികേത് എന്നീ യുവാക്കളും പാർക്കിംഗ് അറ്റൻഡർമാരായ പ്രകാശ് തൽവാർ, സന്ദീപ് കുമാർ എന്നിവരും തമ്മിലാണ് തർക്കമുണ്ടായത്. തർക്കം സംഘർഷത്തിലേക്ക് വഴിമാറി. അനികേത് കലങ്കുത്തിൽ നിന്ന് സുഹൃത്തുക്കളെ വിളിച്ചുവരുത്തി. യുവാക്കൾ അറ്റൻഡർമാരെ ആക്രമിച്ചു. തൽവാർ കുത്തേറ്റ് ഗുരുതരാവസ്ഥയിലാണ്. അക്രമകാരികൾ രക്ഷപ്പെട്ടെങ്കിലും അന്വേഷണം തുടരുന്നു. പ്രതികളുടെ പിതാക്കന്മാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് നീതി നിർവഹണം ഉറപ്പാക്കണമെന്ന് നെറ്റിസൺസ് ആവശ്യപ്പെടുന്നു. മപ്സയിൽ മദ്യപിച്ച് വാഹനമോടിച്ചതിന് മലയാളിക്ക് തടവ് ശിക്ഷ. മദ്യപിച്ച് വാഹനമോടിച്ച കേസിൽ മലയാളിയായ വിഷ്ണു ഗണപതിയെ മപ്സയിലെ പ്രാദേശിക കോടതി ശിക്ഷിച്ചു. 10 ദിവസത്തെ സാധാരണ തടവും 15,000 രൂപ പിഴയുമാണ് വിധി. പോലീസ് പരിശോധനയിൽ വിഷ്ണുവിന്റെ ശരീരത്തിലെ മദ്യത്തിന്റെ അളവ് 190 mg ആയിരുന്നു. ഇത് അനുവദനീയമായ അളവിലും കൂടുതലാണ്. സീറ്റ് ബെൽറ്റ് ധരിക്കാതിരുന്നതും കോടതി ശ്രദ്ധിച്ചു. JMFC കോടതിയാണ് തടവും പിഴയും വിധിച്ചത്. പോർച്ചുഗീസ് കാലത്തെ വാൽഷെ പാലം സാങ്ക്വേമിൽ വെള്ളപ്പൊക്കത്തിൽ മുങ്ങി. സാങ്ക്വേം നിയോജക മണ്ഡലത്തിൽ 2 നദികളിൽ നിന്നുള്ള കനത്ത വെള്ളപ്പൊക്കം കാരണം പോർച്ചുഗീസ് കാലഘട്ടത്തിലെ വാൽഷെ പാലം രണ്ടാമതും വെള്ളത്തിനടിയിലായി. പാലത്തിന്റെ ഉയരം കുറവായതിനാൽ പാലത്തിന് മുകളിലൂടെ വെള്ളമൊഴുകി 3 മണിക്കൂർ ഗതാഗതം തടസ്സപ്പെട്ടു. ഗതാഗത തടസ്സമുണ്ടായ സമയത്ത് മന്ത്രി സുഭാഷ് ഫൽദേശായിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സുഹാസ് ദേയക്കറും പാർട്ടി പ്രവർത്തകരും ചേർന്ന് പാലത്തിൽ കുടുങ്ങിയ മരക്കഷ്ണങ്ങളും അവശിഷ്ടങ്ങളും നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചു. പൊർവോറമിലെ ചോഗം റോഡിലെ കുഴി യാത്രക്കാർക്ക് ഭീഷണി. പൊർവോറമിലെ ചോഗം റോഡിലെ ഒരു വലിയ കുഴി യാത്രക്കാർക്ക് വലിയ ഭീഷണിയായി മാറിയിരിക്കുന്നു. ഇത് പ്രദേശവാസികളിലും യാത്രക്കാരിലും ശക്തമായ ആശങ്കയ്ക്ക് കാരണമാകുന്നു. കനത്ത മഴയെ തുടർന്ന് രൂപപ്പെട്ട ഈ ഗർത്തം ശ്രദ്ധിക്കാത്ത വാഹനമോടിക്കുന്നവരെയും ബൈക്ക് യാത്രക്കാരെയും അപകടത്തിലാക്കുന്നു. ഈ റോഡിന്റെ അവസ്ഥ ഗുരുതരമായ അപകടങ്ങൾക്ക് കാരണമാകുമെന്ന് മുന്നറിയിപ്പ് നൽകി അധികൃതർ ഉടൻ തന്നെ ഈ ഭാഗം നന്നാക്കണമെന്നും യാത്രക്കാർ ആവശ്യപ്പെട്ടു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിന്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.